ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനു വ്ളോഗ് ഏറ്റവും പുതിയൊരു വ്ളോഗൊക്കെ എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നൊരു വീക്കെൻഡാണ്, ജനുവരി 31 വെള്ളിയാഴ്ച. ഈ ഒരു വീക്കെൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയ സുഹൃത്ത് ബിനു കുണ്ട്രയുടെ ജന്മദിനമാണ്. അതുപോലെ തന്നെ പ്രിയ സുഹൃത്ത് സജീവ് ആയൂരിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ കടന്നൊരു സമയം കൂടെയാണ്. അപ്പം ആ രണ്ട് പ്രത്യേകതകളാണ് ഇന്നത്തെ വീക്കെൻഡിനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു കേക്കൊക്കെ മുറിക്കണം. അവർക്ക് ഒന്നും അറിയത്തില്ല, ഈ സർപ്രൈസായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ്. സജീവ് ആയൂരിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷത്തെ ഒരു കേക്ക് മുറിക്കണം. അതുപോലെ തന്നെ ബിനു കുണ്ട്രയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീക്കെൻഡിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സജീവ് ആയൂരിൻ്റെ പ്രവാസ ജീവിതവും ബിനു കുണ്ട്രയുടെ ബർത്ത്ഡേയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വീക്കെൻഡ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതെല്ലാം ഒരു സർപ്രൈസാണ്. ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു സർപ്രൈസ് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഇങ്ങനെ കുറേ സന്തോഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ സാധാരണ കൂടുന്ന ഗ്രൗണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ചെളിക്കെട്ടായതുകൊണ്ട് ആൾക്കാരൊന്നുമില്ല. ഇത് നിഹാസ്, ഇത് രാജ്, ഇത് ബിനു. സന്തോഷ് കാവനാട്. സജീവ് ആയൂര്, നവാസ് കരുനാപ്പള്ളി. പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷം ആഘോഷിക്കുന്ന സജീവ് ആയൂരിന് വേണ്ടിയിട്ട് നമ്മൾ മെഗാമാർട്ടിലേക്ക് കേക്ക് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് അവിടെ നിന്നൊരു കേക്ക് എടുക്കണം. അവിടെ നിന്നൊരു കേക്ക് എടുത്തിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേലത്തെ ഒരു ഇതിലേക്ക് പോവുകയാണ്. കുഴപ്പമില്ലല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് സെഗയിലുള്ള മെഗാമാർട്ടിലാണ്. അവിടുന്ന് ഒരു കുഞ്ഞ് കേക്ക് എടുക്കണം, അതുപോലെ തന്നെ ഒരു പോപ്പർ എടുക്കണം. അതിനുശേഷം സെഗയുടെ മുകളിലത്തെ ഹാളിൽ പോയി കേക്ക് മുറിച്ച് സെലിബ്രേഷൻ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും സജീവ് ആയൂർ പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുക, പിന്നെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഇത് എത്തിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു മെഗാവാട്ടിൻ്റെ മേലത്തെ ഫ്ലോറിൽ വന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പോപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ലീനിങ് ചെയ്യുന്ന പയ്യന് ഒരു ദിനാറൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെ പോപ്പർ പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ കേക്ക് മുറിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച കണക്ക് തന്നെ സംഭവിച്ചു. കേക്ക് മുറിക്കുന്ന സമയത്ത് പോപ്പർ പൊട്ടിക്കുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം നടന്നില്ല. ഇത്രയും വലിയൊരു പോപ്പർ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം നടന്നു കിട്ടിയില്ല. എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്തു. 25 വർഷത്തെ ആ ഒരു പ്രവാസ ജീവിതം പൂർത്തീകരിച്ചതിൻ്റെ സെലിബ്രേഷൻ ഞങ്ങൾ നടത്തി. കേക്കൊക്കെ മുറിച്ചു, അതുപോലെ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു. അപ്പോൾ മനോഹരമായ ഒരു 25 വർഷം സജീവ് അളിയൻ പ്രവാസ ജീവിതത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സജീവ് അളിയനും മോളിച്ചേച്ചിയും പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷത്തെ കേക്ക് മുറിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മധുരം കൈമാറി. പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഇടയിലുള്ള ആദ്യത്തെ വ്യക്തിയാണ് സജീവ് വായൂർ. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാനും എടാന്നും പോടാന്നൊക്കെ വിളിക്കാറുണ്ട്. അത് ഒരു സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മാത്രമാണ്. ഈ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളിലും എടാ പോടാ തെണ്ടി എന്നൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കരുത്. അതൊക്കെ ഇതിൻ്റെ ഒരു സെൻസോട് കൂടി, ആ നർമ്മരസത്തോടു കൂടി മാത്രമേ ഈ വീഡിയോ കാണാവൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സുഹൃത്ത് ബന്ധങ്ങളും തമാശകളും പിന്നെ സന്തോഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സെലിബ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മധുരം കൈമാറിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതിന് മുൻപ് 25 വർഷത്തോടെ അല്ലെങ്കിൽ സജീവ് വായൂരിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ്. ആ അഭിപ്രായങ്ങൾ ഓരോരുത്തരായിട്ട് ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും കൂടെ അല്ലെങ്കിൽ 25 വർഷത്തിൻ്റെ ആ എക്സ്പീരിയൻസും അനുഭവങ്ങളൊക്കെ സജീവ് വായൂരും മോളിച്ചേച്ചിയൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും പ്രവാസ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സജീവ് അളിയൻ പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അത് ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സജീവ് അളിയ ഒന്ന് 25 വർഷത്തെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് പറ. അതായത് എനിക്ക് തോന്നുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ലൈഫിലേക്ക് ഞാനിവിടെ ഇപ്പം ഈ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ഇവിടെ നിന്നിട്ട് തിരികെ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ 25 വർഷം തകർന്നു. പക്ഷെ അതാണ് ഓരോ പ്രവാസികളുടെയും ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ 1, 2, 3 വർഷം കഴിയുമ്പോൾ തിരിച്ച് പോകണമെന്നാണ് പറഞ്ഞിട്ടാണ് തിരിച്ച് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അറിയത്തില്ല, നമ്മൾ ഈ 25, 30 വർഷം തികഞ്ഞ ഓരോ പ്രവാസികളുടെയും മുന്നിൽ ഇത്തരം കഥകളാണ്. കഷ്ടപ്പാടുകളുടെയും ഒരുപാട് ദുരിതങ്ങളുടെയും അനുഭവങ്ങളാണ് പറയാനുള്ളത്. എങ്കിൽ പോലും നമ്മളതൊന്നും നിഷേധിക്കാതെ തിരികെ പോകാതെ നമ്മൾ പിടിച്ചു നിന്നതുകൊണ്ടാവാം നമുക്കൊരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് കിട്ടിയത്. അതിനൊരുപാട് സന്തോഷം ദൈവം തമ്പുരാനോട്. സജീവ് അളിയൻ്റെ സഹധർമ്മിണി കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന മോളിച്ചേച്ചി, നമ്മുടെ എല്ലാ സ്വന്തം മോളിച്ചേച്ചി ഒരു വാക്ക് പറയും. വളരെ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷയില്ല 25 വർഷം ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന്. പക്ഷേ എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ പോയി 25 വർഷം കഴിഞ്ഞത് ഇന്നലത്തെ പോലെ ഒരുപാട് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 25 വർഷം എന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സജീവ് അളിയനെ കുറിച്ച് 2 വാക്ക്, പ്രവാസ ജീവിതത്തിൻ്റെ 2 വാക്ക് നികാസ് അളിയൻ പറയാം. സജീവ് അളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ അടുത്ത നല്ല സഹകരണമാണ്. എപ്പോഴും വിളിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്ന നല്ല അടുത്ത എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗഹൃദം. കാരണം കൂടുതലും നമ്മളെ ബന്ധങ്ങളിൽ തമാശ രൂപേണയുള്ള പല ചർച്ചകളും നമ്മളെ ഇടയിൽ വരാറുണ്ട്. എൻ്റെ നമ്മുടെ സന്തോഷ് കാവനാട് സജീവ് അളിയനെ ആക്ച്വലി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സന്തോഷേട്ടനാണ്. കൊല്ലം പ്രവാസി അസോസിയേഷനിലേക്ക് കൊണ്ടുവരുന്നതും സന്തോഷേട്ടനാണ്. ആ സന്തോഷേട്ടൻ്റെ വാക്കുകളിലൂടെ ഒരു 16 വർഷത്തിന് ഉള്ള സൗഹൃദമാണ്. അത് ഇപ്പോഴും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് നല്ലതായതുകൊണ്ടാണ് ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നതെന്നാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാര്യം എൻ്റെ ഫാമിലി ആദ്യം സജീവിൻ്റെ ഫാമിലി ഇവിടെ ബഹറിൽ വരുമ്പോഴും അത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞാണ് എൻ്റെ ഫാമിലി വരുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയതാണ്. ഇപ്പം ഈ നിമിഷം വരെ ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ നിലനിൽക്കുവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് ഈ സൗഹൃദം നിലനിൽക്കുക എന്നുള്ളത്. എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ്. ഇപ്പോഴും ഞങ്ങൾ ആ സൗഹൃദം നിലനിർത്തുന്നു, ആ കുടുംബ ബന്ധം നിലനിർത്തുന്നു. അതാണ് എല്ലാവർക്കും ഞങ്ങൾ മാതൃകയായിട്ട് കൊടുക്കുന്നത്. നമ്മളൊക്കെ സന്തോഷേട്ടനെ സജീവേട്ടനെ പരിചയപ്പെടുന്നത് 2019 മുതലാണ്. ഏകദേശം 16 കൊല്ലത്തെ ബന്ധങ്ങളാണ് ഈ ഒരു സൗഹൃദങ്ങൾ തമ്മിലുള്ളത്. 2019 മുതലാണ് ഈ 2 വ്യക്തികളെ, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന രാജിനെ ആയാലും ബിനു കുണ്ട്രെ ആയാലും നവാസിനെ ആയാലും നികാസിനെ ഒക്കെ എല്ലാവരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനുള്ളൊരു സൗഹൃദമായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ബിനു കുണ്ട്രയാണ് സജീവ് അളിയൻ്റെ 25 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് 2 വാക്ക് പറയാനെത്തിയിരിക്കുന്നത്. 25 വർഷം എന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. ഞാനിപ്പോൾ ഏകദേശം പ്രവാസ ജീവിതം പറഞ്ഞിട്ട് 15 വർഷമായതുള്ളൂ. അതിനിപ്പോൾ ഏകദേശം 7 വർഷം കൂടി 25 വർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അത് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലൊരു 25 വർഷമാണ് അനുഭവിച്ച് ജീവിതം പഠിച്ച് ഈ നിലയിലായി
താങ്ക് യു. ഇനി സജീവളിയൻ്റെ സാരഥിയും ഉറ്റ സുഹൃത്തുമായ നവാസ് കരുനാഗപ്പള്ളി 2 വാക്ക് സംസാരിക്കും. സജീവേട്ടനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടത് കേക്കയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ്. ഈ രൂപീകൃതമായിട്ടുള്ള ടൈമിൽ സന്തോഷ് രാവനാട്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ സജീവേട്ടനെ കാണുന്നത്. പക്ഷേ അന്നൊന്നും നമ്മൾ പരിചയപ്പെടുത്താനോ നിന്നില്ല. അന്ന് കക്ഷി ഭയങ്കര ഒരു ജിമ്മ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് ആദ്യമായിട്ടൊരു വലിയൊരു മൈൻഡൊന്നും ഇല്ലാതെ പോയി. പിന്നീടുള്ള 2-3 മീറ്റിങ്ങിന് ശേഷമാണ് യഥാർത്ഥമായിട്ട് സജീവേട്ടനെ നമ്മൾ നേരിട്ട് സംസാരിക്കുകയും കുറച്ചേരം സംസാരിക്കുകയും പിന്നെ KPയുടെ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനും ഒരു എന്താ പറയുന്നത് വാക്കുകളിന് അപ്പുറമാണ്. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധമുള്ളൊരു വ്യക്തിയാണ് സജീവേട്ടൻ. അതുപോലെ തന്നെ സന്തോഷേട്ടന് കുണ്ട, രാജ്, അങ്ങനെ പല വ്യക്തികളും, നിഹാസ്, അങ്ങനെ പല വ്യക്തികളും. നവാസ് എൻ്റെ പേര് പറഞ്ഞില്ല. അനൂപ് എല്ലാവരെയും നമ്മൾ ഈ KPA വന്നതിന് ശേഷമാണ് നമ്മൾ KPയിൽ പിന്നെ ഈ നമ്മളെല്ലാവരെയും പരിചയപ്പെടുന്നത്. അപ്പം ഈ KPA എന്ന് പറയുന്ന ഒരു സംഘടനയാണ് നമ്മളെല്ലാവരെയും ഒരു കുടക്കീഴിൽ ഇങ്ങനെ ഒത്തൊരുമിപ്പിച്ചത്. നവാസ് KPA എന്ന് പറയുന്ന കൊല്ലം പ്രവാസി അസോസിയേഷനെ കുറിച്ചിട്ടാണ് രാജകൃഷ്ണൻ 2 വാക്ക് സജീവായതിനെ കുറിച്ച് പറയുന്നുണ്ട്. 25 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച്. സജീവേട്ടൻ്റെ 25 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ട്. അതുപോലെ അച്ചടക്കവും അതുപോലെ തന്നെ മിതത്വവും പാലിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സജീവായത്. അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാനുള്ളൊരു മനസ്ഥിതി, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കഴിഞ്ഞ 2.5 ദശാബ്ദക്കാലമായി ബഹ്റിനിൽ വസിക്കുന്ന ശ്രീ സജീവായറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയർച്ചകളുണ്ടാവട്ടെ. നന്ദി. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 2019 പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ വാളകത്താണ് താമസിക്കുന്നത്. സജീവളിയൻ്റെ ഇളമാടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ചേക്കേറി. എങ്കിലും പറയുകയാണ്, ഏത് കാര്യത്തിന് നമ്മൾ വിളിച്ചാൽ, ഏത് കാര്യത്തിന് ആത്മാർത്ഥതയോടുകൂടി, അത് സംഘടനാപരമായിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തിപരമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപത്ത് ഘട്ടങ്ങളിലായിക്കോട്ടെ, അത്ര ഏത് കാര്യത്തിൽ വേണ്ടിയിട്ടും ഞാൻ സജീവളിയനായിട്ട് ഏകദേശം 1 കൊല്ലത്തോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. പേഴ്സണലി ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആ സൗഹൃദങ്ങൾ 2019 നമ്മൾ തുടങ്ങിയ സൗഹൃദം 2025 ആയിട്ടും നിലനിൽക്കണമെങ്കിൽ നമ്മളൊരു 5-6 പേര് ആ ഒരു ബോണ്ടിങ് ആണ്. നമ്മളെ ഇടയിൽ പല പ്രശ്നങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ്. പക്ഷേ പ്രവാസ ജീവിതത്തിൽ ഇത്രമാത്രം ബോണ്ടിങ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ ചുരുക്കമാണ്. ഏതൊരു പ്രവാസ ജീവിതം എടുത്തു നോക്കിയാലും 25 വർഷം പിന്നിട്ട ഒരു പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് സജീവായൂരിനും കുടുംബത്തിനും. അപ്പോൾ അദ്ദേഹം കുഞ്ഞിനെ വിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് സച്ചുവിനെ വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വേദനയോടെയാണ് മോളിച്ചയും സജീവായൂരും ഒക്കെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. സജീവായൂരിൻ്റെ 25 വർഷം നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും. ഞങ്ങൾ മെഗാമാർട്ടിൽ നിന്ന് കേക്കൊക്കെ മുറിച്ച് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ പോയത് നഗതി മന്ദിലേക്കാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്താണ് അവിടുത്തെ മാനേജർ വന്ന് പറഞ്ഞത് ഫുഡൊക്കെ കഴിഞ്ഞു, കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്തെന്നുള്ളത്. പിന്നെ വണ്ടി അവിടെ നിന്ന് നേരെ എടുത്ത് പോയത് കെ ഗ്രില്ലിലേക്കാണ്. നമ്മളെ ഇന്ത്യൻ ക്ലബിൻ്റെ സമീപത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് കെ ഗ്രില്ലിലേക്ക് പോയി. കെ ഗ്രില്ലിൽ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് പുറത്ത് നിൽക്കുന്ന സമയത്താണ് സലീമൊക്കെ കാണാനിടയായത്. സജീവായൂരിൻ്റെ 25 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് 2 വാക്ക്. ആക്ച്വലി വളരെ എന്താ പറയുന്നത്, അഭിമാനം തോന്നുന്ന നിമിഷമാണ്. എന്നുവെച്ചാൽ സജീവായിരുന്നുള്ള വ്യക്തി ഞാൻ പരിചയപ്പെട്ടിട്ട് ഏതാനും വർഷങ്ങളേ ആയുള്ളൂ. പ്രത്യേകിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് കൂടുതൽ പരിചയപ്പെടാനും നല്ല മനസ്സുള്ള വ്യക്തിയാണ്. ഏകദേശം 25 വർഷം മുന്നേ ഞങ്ങൾക്കറിയാമെങ്കിലും പരസ്പരം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ രൂപീകരണത്തിന് ശേഷം
വളരെ പരിചയപ്പെടുകയും നല്ലൊരു മനസ്സിനുടമയാണ്. ഏത് കാര്യം എന്ത് കൊടുത്താലും അത് ആത്മാർത്ഥതയോടെ അത് പൂർത്തീകരിക്കുന്നവരെ ഉറക്കമില്ലാതെല്ലാം ചെയ്യും. അപ്പം ബഹ്റൈന് കിട്ടിയ ഒരു ഭാഗ്യവും പിന്നെ സജീവ് ഇവിടെ വെട്ടാനുള്ളത് ബഹ്റിൻ്റെ ഒരു ഭാഗ്യം കൂടാണ്. അപ്പോൾ നല്ല കേഗിരിൽ കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നമ്മളെ മേലത്തെ ഒരു ഫ്ലോറിൽ നമുക്ക് സീറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് പുറത്തിരിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ നെല്ലിക്കയും അതുപോലെ തന്നെ പൈനാപ്പിളും അതുപോലെ തന്നെ പേരയ്ക്കയും ഒക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറുകളെന്നല്ല പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊരു വൈബിൽ നമ്മളിരിക്കുവാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു വൈബിലാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. 25 വർഷത്തെ പ്രവാസ ജീവിതമൊക്കെ ആഘോഷിക്കുകയാണ്. ആ ആഘോഷിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അധിഷ്ഠിതമായാണ് സലീം തയ്യലിനെയും ഫാമിലിനെയും നമ്മൾ കാണാനിടയായത്, കേഗിരിലേക്ക് കാണാനിടയായത്. അപ്പോൾ എന്തായാലും അവരൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കേഗിരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എന്തായാലും സജീവ് വായൂരിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തീകരിച്ച ഈ ഒരു വേളയിൽ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.